രഘു, കായംകുളം കേന്ദ്രീകരിച്ചുള്ള വിവാദ പരാമർശം ഒന്ന് അതെന്ന് കേട്ടു, അതിലെ ഖേദപ്രകടനം പിന്നാലെ വരികയും ചെയ്തു. അമ്പലപ്പുഴ, എല്ലാ ദിവസവും ഇങ്ങനെ അമ്പലപ്പുഴയിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റിടങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഈ ദിവസം? രതീഷ് പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഒരു സജീവ ചർച്ചയായിരിക്കുന്ന വിഷയം കായംകുളത്ത് കഴിഞ്ഞ ദിവസം നടന്ന UDF കൺവെൻഷനിൽ പ്രതിഭ MLA-ക്കെതിരെ ഇവിടുത്തെ ലീഗിൻ്റെ പ്രാദേശിക നേതാവ് നടത്തിയ പ്രസ്താവനയാണ്. അദ്ദേഹമാണ് അല്പസമയം മുമ്പ് ആ വാദം തെറ്റായിപ്പോയെന്നും പൂർണ്ണാർത്ഥത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് പരസ്യമായി മാപ്പ് പറഞ്ഞത്. അല്പസമയത്തിനകം UDF സ്ഥാനാർത്ഥി M. ലിജോ മാധ്യമങ്ങളെ കണ്ട് ഇതിനൊരു വിശദീകരണം നൽകും. വൈകുന്നേരം 4 മണിയോടുകൂടി പ്രതിഭയും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നത് അമ്പലപ്പുഴയിലാണ്. ഇന്നലെ G. സുധാകരൻ്റെ ഊഴമായിരുന്നു. അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു. ഒപ്പം തന്നെ CPM-ന്റെ നേതാക്കളെ അടക്കം അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഇന്ന് H. സലാമിൻ്റെ ഊഴമായിരുന്നു. H. സലാം വാർത്താസമ്മേളനം വിളിച്ച് പ്രധാനമായിട്ട് ഉന്നയിച്ച ആരോപണം 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും G. സുധാകരനെ സഹായിച്ചു. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയാണ് M. ലിജുവിന് സീറ്റ് നൽകാതെ അവിടെ ഘടകകക്ഷിക്ക് സീറ്റ് നൽകി ഷേഖ് പി ഹാരിസിനെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് G. സുധാകരനെ വിജയിപ്പിച്ചത് എന്നുള്ള ഗുരുതരമായ രാഷ്ട്രീയ ആരോപണമാണ് H. സലാം ഉന്നയിച്ചിരിക്കുന്നത്. നമ്മൾ ആവർത്തിച്ച് H. സലാമിനോട് ചോദിച്ചു, G. സുധാകരനെ ഇവർ രണ്ടുപേരും സഹായിച്ചപ്പോൾ തിരിച്ച് G. സുധാകരൻ എങ്ങനെയാണ് സഹായിച്ചതെന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും സലാം അതിന് മറുപടി പറഞ്ഞില്ല. പുഞ്ചിരി മാത്രമായിരുന്നു മറുപടി. അത് G. സുധാകരനാണ് പറയേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് H. സലാം പറഞ്ഞത്. അമ്പലപ്പുഴയിലും കോൺഗ്രസ് BJP ഡീല് ഉണ്ടായിരിക്കുന്നുവെന്നും CPM ആരോപിക്കുന്നു. മറ്റൊരു ഇന്നത്തെ ആലപ്പുഴയിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റുള്ളൊരു വാർത്ത, കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി സജി ചെറിയാൻ്റെ നാമനിർദ്ദേശ പത്രിക ഇന്നലെ അംഗീകരിച്ചിരുന്നില്ല. 3 സെറ്റ് പത്രികയാണ് അദ്ദേഹം നൽകിയിരുന്നത്. അതിൽ ഒരെണ്ണം മതിയായ ഒപ്പുകൾ ഇല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്നലെ തള്ളിയിരുന്നു. മറ്റ് 2 നാമനിർദ്ദേശ പത്രികകൾ പരിഗണിച്ചപ്പോൾ അതിൽ തർക്കം LDF ഉന്നയിച്ചു. പ്രധാനപ്പെട്ട ആരോപണം, സജി ചെറിയാന് കായംകുളം നിയമസഭാ മണ്ഡലത്തിലും കുട്ടനാട് നിയമസഭാ മണ്ഡലത്തിലും വോട്ടുണ്ട് എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ ആക്ഷേപം, 2 കേസുകൾ, അതിലൊരു കുട്ടനാട്ടിലുള്ള കേസുകൾ മാത്രമേ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരുന്നുള്ളൂ, മറിച്ച് ആലപ്പുഴ നഗരത്തിലുള്ള കേസ് രേഖപ്പെടുത്തിയിരുന്നില്ല. ഈ 2 വാദമാണ് LDF മുന്നോട്ട് വെച്ചത്. പക്ഷേ ഭരണാധികാരി അത് അല്ലെങ്കിൽ ആ വാദത്തെ UDF-ന്റെ അഭിഭാഷകൻ ഖണ്ഡിച്ചു. UDF-ന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കുകയാണ് ഭരണാധികാരി ചെയ്തത്. ശരി, രഘുനാഥ് നാരായണനാണ് ആലപ്പുഴയിൽ നിന്ന് സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്.